വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി ഭാഗത്തേക്ക് വരുന്നതിനിടെ 13ാമത്തെ ഹെയർപിൻ വളവിലാണ് നാടിനെ നടുക്കിയ ട്രാവലർ ദുരന്തം ഉണ്ടായത്. മറ്റ് ഹെയർപിന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വളരെ അപകടകരമാവുന്ന രീതിയിലുള്ള ഒരു ഹെയർപിന്നാണ്. അതായത് ഒരു ഇറക്കത്തിനോടൊപ്പം തന്നെ വലിയ ഒരു വളവ്, അതിൽ നിയന്ത്രണം നഷ്ടപ്പെടാവുന്ന തരത്തിൽ തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ റോഡിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വലിയ ഡിപ്പുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് വളഞ്ഞു പോകുന്ന ആ ഒരു സമയത്ത് ആ വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾ ഈ ഭാഗത്തുകൂടി ഇറങ്ങി പോന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഉരഞ്ഞ് പോകുന്നതിൻ്റെ പാടുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കാണാം. പിന്നീട് ഇവിടെ നിന്നായിരിക്കണം നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നേരെ ആ ദിശയിലേക്ക് വാഹനം പോകേണ്ടതിന് പകരം ഈ വാഹനം നേരെ ഈ പാലത്തിൻ്റെ ഈ വളവിൻ്റെ തൊട്ടടുത്തുള്ള കൈവരി തകർത്ത് നേരെ താഴേക്ക് മറിയുകയാണ് ചെയ്തത്. 9ാം ഹെയർപിൻ വളവിൻ്റെ ഭാഗത്തേക്കാണ് വാഹനം ചെന്ന് പതിച്ചിരിക്കുന്നത്. ഉണങ്ങിയ മരങ്ങളാണ് ഉള്ളത്, പാറക്കെട്ടുകളാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഛിന്ന ഭിന്നമായ അവസ്ഥയാണ്. ആ മുകളിൽ നിന്ന് നേരെ ഈ ട്രാവലർ വന്ന് പതിച്ചത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് വന്ന് പതിക്കുക മാത്രമല്ല, നേരെ വന്ന് ഈ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. വാഹനത്തിനകത്തുണ്ടായിരുന്ന ഒരുപാട് പേർ ഈ ആഴത്തിലേക്ക് ഈ വാഹനത്തിനകത്ത് നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. വാഹനത്തിൻ്റെ ഭാഗങ്ങളുണ്ട്, ചിലരുടെ ചെരുപ്പുകളുണ്ട്. മാത്രമല്ല അവർ ഈ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്. വാഹനത്തിനകത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഈ ആഴത്തിലേക്ക് പോയ ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായൊരു കാര്യമായിരുന്നു. പോലീസും നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ രക്ഷാപ്രവർത്തനം ഉടനടി തന്നെ നടത്തുകയുമാണ് ചെയ്തത്. അവിടെ വീതി കുറഞ്ഞ ഒരു ഇടമാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്നും നേരെ മാറ്റി ഈ പ്രദേശത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. 40 ഹെയർപിന്നുകൾ ഉള്ള ഇടം എന്ന് പറയുമ്പോൾ തന്നെ, അതിലൂടെയൊക്കെ തന്നെ വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകും. ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ കൂടുതൽ ദൂരം ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് കൂടുതലായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. അത് ട്രാവലറിന് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളൊരു കാര്യവും ഒരുപാട് ഡ്രൈവർമാർ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഇടത്ത് വളവ് വളഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വീണതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരു ട്രാവലറിൻ്റെ ഒക്കെ ഉയരം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലൊരു ബൈക്കിൻ്റെ ഉയരം പോലും, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഉയരം പോലും ഇല്ല. അത്രത്തോളം ഛിന്ന ഭിന്നമായിരിക്കുന്ന ഒരവസ്ഥയാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ, അതൊക്കെ തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ആ ഒരു ട്രാവലറിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ. പക്ഷേ ആ ഒരു യാത്ര വലിയൊരു ദുരന്ത യാത്രയായി മാറുകയാണ് ചെയ്തത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.